നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞു, ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇനി നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഞാൻ പറഞ്ഞു, നമുക്ക് കാണാൻ പറ്റാത്ത ഒരു സാധനമാണ്. അവിടെ ഒരു ഫീൽഡാണ്. അപ്പൊ അവിടെ ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും വെച്ചപ്പോൾ തമ്മിൽ എന്തോ ഇന്ററാക്ഷൻ നടക്കുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതിനെ ഒന്ന് ചിത്രത്തിൽ എങ്ങനെ വരയ്ക്കാം, എങ്ങനെ ഇത് റെപ്രസെന്റ് ചെയ്യാം, ആ റെപ്രസെന്റേഷനാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയാം. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. അപ്പൊ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങനെ വരയ്ക്കണം, അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ ഒരു പോസിറ്റീവ് ചാർജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പോസിറ്റീവ് ചാർജ് ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ അതിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഫോർമുല എന്തായിരുന്നു? E ഈക്വൽ ടു ഈ ഒരു വെക്ടർ ആണ് 1/4πε0 Q/r² along r cap. ഒരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പുറത്തേക്കായിരിക്കും ഓൾവേസ് റേഡിയലി ഔട്ട്വാർഡ് ആയിരിക്കും. അതായത് ഒരു പോസിറ്റീവ് ചാർജ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഷുഡ് ബി മൂവ് റേഡിയലി ഔട്ട്വാർഡ്. ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഔട്ട്വാർഡ്, റേഡിയലി ഔട്ട്വാർഡ് പോയിരിക്കണം. ഞാൻ നെഗറ്റീവ് ചാർജ് എടുക്കുകയാണെങ്കിലോ, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ E ഈക്വൽ ടു Q² മൈനസ് Q ആണ് എന്റെ ചാർജ് നെഗറ്റീവ് ആണ്. അപ്പൊ 1/4πε0 മൈനസ് Q/r² r ക്യാപ്. ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ കണ്ട, ഇതിന്റെ ഡയറക്ഷൻ r ക്യാപ് ആണ്, ഇതിന്റെ ഡയറക്ഷൻ എന്താണ്? മൈനസ് r ക്യാപ് ആണ്. അതായത് ഒരു നെഗറ്റീവ് ചാർജ് വെക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ റേഡിയലി ഇൻവേർഡ് ആയിരിക്കും അല്ലെ? അപ്പോൾ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് റേഡിയലി ഔട്ട്വാർഡ് ആണ്, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് റേഡിയലി ഇൻവേർഡ് ആണ്. അപ്പോ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് എന്ന് പറയാം. ഫസ്റ്റ് പ്രോപ്പർട്ടി അപ്പൊ നമ്മൾ വരച്ചത് ഇതാണ്. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് റേഡിയലി ഔട്ട്വാർഡ് ആണ്. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് റേഡിയലി ഇൻവേർഡ് ആണ്. ഓക്കെ അല്ലേ? പ്രോപ്പർട്ടീസ് ആണ്. ഫസ്റ്റ് പ്രോപ്പർട്ടി, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒറിജിനേറ്റ് ഓൺ പോസിറ്റീവ് ചാർജസ് or at infinity. Electric field lines originate at positive charges or at infinity. Electric field lines originate ചെയ്യുന്നത് പോസിറ്റീവ് ചാർജ് എന്നായിരിക്കും, അല്ലെങ്കിൽ ഇൻഫിനിറ്റി എന്നായിരിക്കും. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും ഒറിജിനേറ്റ് ചെയ്യുക പോസിറ്റീവ് എന്നാണ്. ഓക്കെ, ഇവിടെ പോസിറ്റീവ് ഇല്ലാന്ന് വിചാരിക്കുക, ഇവിടെ നെഗറ്റീവ് മാത്രമേ ഉള്ളൂ, അപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് വരുന്നുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് എവിടെ നിന്നാണ് വരുന്നത്? ഇവിടെ പോസിറ്റീവ് ചാർജ് നമ്മുടെ അടുത്ത് പോസിറ്റീവ് ചാർജ് ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ പറയും ഇത് ഇൻഫിനിറ്റിയിൽ നിന്ന് എവിടെ നിന്നാണ് വരുന്നത്? ഇൻഫിനിറ്റിയിൽ എവിടെ നിന്നാണ് ഈ സാധനം വരുന്നത്? അപ്പോ അതാണ് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒറിജിനേറ്റ് ഓൺ പോസിറ്റീവ് ചാർജസ് ഓർ അറ്റ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി എന്നാണ് വരുന്നത് അല്ലെ? അല്ലെങ്കിൽ നമ്മൾ പറയും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എൻഡ് ഓൺ നെഗറ്റീവ് ചാർജസ് ഓർ അറ്റ് ഇൻഫിനിറ്റി. നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എൻഡ് ചെയ്യുന്നത് നെഗറ്റീവിലാണ്. അപ്പൊ ഇതിന്റെ ഇവിടെ നെഗറ്റീവ് ചാർജ് ഇല്ലാന്ന് വിചാരിക്കാം, ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എവിടെ എൻഡ് ചെയ്യുന്നതായിരിക്കാം? നിങ്ങൾക്കറിയാം, ഇതിങ്ങനെ കുറെ പോയി ഇൻഫിനിറ്റിയിൽ എവിടെയെങ്കിലും ദൂരത്ത് എവിടെയെങ്കിലും വെച്ച് എൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒറിജിനേറ്റ് ഫ്രം പോസിറ്റീവ് ചാർജ് ഓർ ഫ്രം ഇൻഫിനിറ്റി. അതുപോലെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എൻഡ് ഓൺ നെഗറ്റീവ് ചാർജ് ഓർ അറ്റ് ഇൻഫിനിറ്റി. ഓക്കെ അല്ലേ? ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് ഒരു കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് ഒന്ന് പറയാം. വളരെ സിമ്പിൾ ആയ പ്രോപ്പർട്ടീസ് ആണ്, നിങ്ങൾ പ്ലസ് ടുലൊക്കെ പഠിച്ച പ്രോപ്പർട്ടീസ് ആയിരിക്കും. അപ്പൊ ഒന്നുകൂടി പറയാം ഞാൻ. അടുത്ത പ്രോപ്പർട്ടി, സെക്കൻഡ് പ്രോപ്പർട്ടി, നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ നിങ്ങൾ വരച്ചു. നിങ്ങളോട് ചോദിക്കുകയാണ് 3 പോയിന്റ് വരാണ്, എ ബി സി. ഇവിടത്തെ ഒക്കെ ഈ ഓരോ പോയിന്റിലെയും ഡയറക്ഷൻ, ഒരു പോയിന്റില് ഒരു ഡയറക്ഷനേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരു പോയിന്റിലെ ഡയറക്ഷൻ എത്രയാണ് ചോദിക്കുന്നത്. ഈ എ എന്ന് പറഞ്ഞ പോയിന്റിലെ ഡയറക്ഷൻ ഉണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ പോയിന്റിൽ ടാൻജന്റ് വരയ്ക്കുക. ഇതാണ് ഇവിടുത്തെ ടാൻജന്റ്. ടച്ച് ചെയ്തിട്ടില്ല, ടാൻജന്റ് ഒരു പോയിന്റ് ടച്ച് ചെയ്തു, ടച്ച് ചെയ്ത് വരയ്ക്കണം. ടച്ച് ചെയ്യുമ്പോൾ ഇതാണ് ഇവിടുത്തെ ഡയറക്ഷൻ, ഇങ്ങോട്ടാണ് എയിലുള്ള ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ മൂവ് ചെയ്യാം. ബിയിൽ എങ്ങനെയായിരിക്കും? ബി ഒരു ടാൻജന്റ് വരയ്ക്കുക. കണ്ടോ, അവിടെ ടച്ച് ചെയ്തു, സ്കെച്ചിന് തിക്നെസ് കൂടുന്നതുകൊണ്ടാണ്. അപ്പൊ ബിയില് അപ്പൊ ഇതാണ് ഇലക്ട്രിക് ഫീൽഡിലെ ബിയിലുള്ള ഡയറക്ഷൻ. സിയിലെ ഡയറക്ഷൻ എന്തായിരിക്കും? ഇങ്ങനെയായിരിക്കും അല്ലെ? സിയിലെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. അപ്പൊ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണാൻ പറഞ്ഞാൽ ആ പോയിന്റിൽ ടാൻജന്റ് വരച്ചാൽ മതി, അതായിരിക്കും അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇതാണ് സെക്കൻഡ് പ്രോപ്പർട്ടി. എന്താണ് തേർഡ് പ്രോപ്പർട്ടി? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കാണ്ട് ഇന്റർസെക്ട്. ഇത് നിങ്ങളോട് ഒരു ഇലക്ട്രിക് ഫീൽഡ് വരയ്ക്കാൻ പറഞ്ഞാൽ ഇതൊരു ഇലക്ട്രിക് ഫീൽഡ്,
ഇത് വേറെ ഇലക്ട്രിക് ഫീൽഡ്, ഇങ്ങനെ വരയ്ക്കാൻ പാടില്ല, ഇന്റർസെക്ട് ചെയ്യാൻ പാടില്ല, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട് ഇന്റർസെക്ട് ചെയ്യാൻ പാടില്ല? ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതാണ് പോയിന്റ് എ, പോയിന്റ് എയിലുള്ള ഡയറക്ഷൻ പറ, ഇലക്ട്രിക് ഫീൽഡ് ലൈനിന്റെ ഡയറക്ഷൻ പറ. ഒരു പോയിന്റ് ആണ്, ഒരു പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ലൈനിൽ, ഇപ്പൊ ഈ പോയിന്റ് എ എന്ന് പറഞ്ഞു, ഈ പോയിന്റ് എയിലുള്ള ഡയറക്ഷൻ പറയാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഇങ്ങനെ നോക്കും, നിങ്ങൾ പറയും, നിങ്ങളൊരു ടാൻജന്റ് വരയ്ക്കും അല്ലെ, ഇതിൽ നിങ്ങൾ വരയ്ക്കാൻ പറ്റുന്ന ടാൻജന്റ്, നിങ്ങൾ പറയും ഇലക്ട്രിക്, ഈ പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അടുത്ത ആൾ വരും, അടുത്ത ആൾ നോക്കുകയാണെങ്കിൽ അടുത്ത ആൾക്ക് വേറെ ടാൻജന്റ് വരയ്ക്കാം. ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് പ്രത്യേകത നമുക്ക് രണ്ട് ടാൻജന്റ് വരയ്ക്കാം. ഇയാള് ഇങ്ങനെ ടാൻജന്റ് വരയ്ക്കും, ടാൻജന്റ് ആണത്. അയാൾ പറയും ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഒരു പോയിന്റിൽ രണ്ട് ഡയറക്ഷൻ വന്നു, എങ്ങനെ ഒരു സാധനം ഇങ്ങനെ ഒരു സമയത്ത് രണ്ട് സ്ഥലത്ത് നീങ്ങുക, അത് പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യാൻ പാടില്ല. ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ അത് നേരത്തെ പറഞ്ഞ സെക്കൻഡ് റൂളിനെ വയലേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അടുത്തത് നിങ്ങൾക്ക് ഒരു ക്യൂ ചാർജ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഇഷ്ടമുള്ളത്ര വരയ്ക്കാം. നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് അറിയാം പ്ലസ് ക്യൂ ആണെങ്കിൽ എത്ര എണ്ണം വേണമെങ്കിൽ നിങ്ങൾ റേഡിയൽ ഔട്ട്വേർഡ് ആണ്, നിങ്ങൾക്ക് ഇവിടെ പ്ലസ് ക്യൂ തന്നിട്ടുണ്ട്, പ്ലസ് 2Q തന്നിട്ടുണ്ട്. രണ്ടിന്റെയും ഇലക്ട്രിക് ഫീൽഡ് ലൈൻ വരയ്ക്കാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര വരയ്ക്കാം. നിങ്ങൾക്ക് ഇവിടെ 10 വരയ്ക്കാം, 20 വരയ്ക്കാം, 30 വരയ്ക്കാം, 4 വരയ്ക്കാം, 5 വരയ്ക്കാം, എത്ര എണ്ണം വരയ്ക്കാം. ഞാനിവിടെ 2 എണ്ണം വരയ്ക്കുകയാണ്. അധികം സിമെട്രിക്കൽ വരയ്ക്കാം. അപ്പോൾ പ്ലസ് ക്യൂ 2 എണ്ണം വരയ്ക്കാം. പ്ലസ് ക്യൂ 2 എണ്ണം വരയ്ക്കുകയാണെങ്കിൽ 2Q നിങ്ങൾ 4 എണ്ണം വരയ്ക്കണം അല്ലെ. ഇതിനേക്കാളും ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഫോഴ്സ് കൂടുതൽ ആർക്ക് കൊടുക്കാൻ പറ്റും? 2Q അത് കൊടുക്കാൻ പറ്റും. എത്ര ടൈംസ് കൊടുക്കാൻ പറ്റും? 2 ടൈംസ്. അപ്പൊ നിങ്ങളത് ഗ്രാഫിക്കലി അല്ലെങ്കിൽ പിക്ടോറിക്കലി കാണിക്കണം. അപ്പൊ നിങ്ങൾ ഇവിടെ എത്ര എണ്ണം വരയ്ക്കണം? 4 എണ്ണം വരയ്ക്കണം അല്ലെ. 3Q വരയ്ക്കാൻ പറഞ്ഞാലോ നിങ്ങൾ എത്ര എണ്ണം വരയ്ക്കേണ്ടി വരും? 1, 2, 3, 4, 5, 6 അല്ലെ. -2Q വരയ്ക്കാൻ പറഞ്ഞ 1, 2, 3, 4 അല്ലെ. അങ്ങനെ വരയ്ക്കണം. ഓക്കെ അല്ലേ? ഇങ്ങനെ വരയ്ക്കണം കേട്ടോ. ഇങ്ങനെയാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇപ്പൊ നിങ്ങളോട് പറയാണ് ഒരു എക്സാമ്പിൾ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്താൽ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും. അതായത് എന്താ ചെയ്യുക? ഓക്കെ നിങ്ങൾക്ക് ഒരു 2 ചാർജുകൾ തന്നിട്ടുണ്ട്. ഒരു 2Q ചാർജും ഒരു -Q ചാർജ്, റഫായിട്ട് വരയ്ക്കട്ടെ. ഒരു 2Q ചാർജും ഒരു -Q ചാർജ് തന്നിട്ടുണ്ട്. നിങ്ങളോട് ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാം? നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ 2Qയിൽ നിങ്ങൾ 4 എടുക്കുകയാണ്, അപ്പൊ -Qയിൽ നിങ്ങൾ 2 എടുക്കണം. അപ്പൊ 2Q എത്ര ചാർജ് പുറത്തേക്ക് പോകണം? 4 ചാർജ് പുറത്തേക്ക് പോകണം. -Qയിൽ 2 ചാർജ് ഉള്ളിലേക്ക് വരണം. അപ്പൊ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഞാൻ വരയ്ക്കുകയാണ്. 1, 2, 3, 4. ഓക്കെ അല്ലേ? -Qയിൽ എത്ര എണ്ണം വരണം? 2 എണ്ണം വരണം. അപ്പൊ ഞാൻ വരയ്ക്കും. ഓക്കെ അല്ലേ? നിങ്ങൾ എന്താ മനസ്സിലാക്കി? സിമെട്രിക് ആയിരിക്കണം. ഓക്കെ, നിങ്ങൾ എന്താ മനസ്സിലാക്കി? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒറിജിനേറ്റ് ഫ്രം പോസിറ്റീവ് ചാർജ്, എൻഡ് ഓൺ നെഗറ്റീവ് ചാർജ്. ഇനി നിങ്ങൾ വരയ്ക്കുമ്പോൾ ശരിക്കും നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വരയ്ക്കണം. ഇങ്ങനെ വരയ്ക്കണം. അതായത് ഇവിടെ നിന്ന് 4 ചാർജ് ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇങ്ങോട്ട് പോകുന്നുണ്ട്, 2 എണ്ണം ഇവിടെ എൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഡബിൾ ചാർജ് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇത് പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്, ഉള്ളിലേക്ക് വരുന്നുണ്ട്, ഇത് നെഗറ്റീവ് ആണ്. ഇപ്പൊ ഇവിടെ ചാർജ് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ഇത് നെഗറ്റീവ് എന്ന് പറയാൻ പറ്റും, ഇത് പോസിറ്റീവ് എന്ന് പറയാൻ പറ്റും അല്ലെ. ഇനി ഇതിന്റെ ഡബിൾ ആണെന്നും പറയാൻ പറ്റും. പോസിറ്റീവ് എന്ന് പറയാൻ കാരണം ഇതൊന്ന് റേഡിയൽ ഔട്ട്വേർഡ് ആണ് പോകുന്നത്, നെഗറ്റീവ് എന്ന് പറയാൻ കാരണം എല്ലാം ഉള്ളിലേക്കാണ് വരുന്നത്. ഇനി ഇതിന്റെ ഡബിൾ ആയിരിക്കും, ഇത് മാഗ്നിറ്റ്യൂഡ് ഡബിൾ ആയിരിക്കും നമുക്ക് പറയാൻ പറ്റും. കാരണം ഇവിടെ 4 എണ്ണം ഉണ്ട്, ഇവിടെ 2 എണ്ണേ ഉള്ളൂ, പറയാൻ പറ്റും.
ഇനി ഞാനിത് എന്തിനാണ് ഇങ്ങനെ വരച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് വരച്ചത് അതായത് ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് 2q ചാർജ് ആണ്, ഇത് -q ചാർജ് ആണ് അല്ലെ. ഈ സിറ്റുവേഷനെ ഒരാൾ കുറെ ദൂരത്ത് നിന്ന് നോക്കുകയാണ്, ഒരാൾ കുറെ ദൂരത്ത് നിന്ന് ഈ സാധനം നോക്കുകയാണ്, ഇവിടെ മറ്റൊരാൾ ഇതിനെ നോക്കുകയാണ്. ഇയാൾ നോക്കുമ്പോൾ ഇയാളുടെ എത്ര ചാർജ് കാണും? ഇയാൾ കാണാം, ഞാൻ പറഞ്ഞു കുറെ ദൂരത്താണെങ്കിൽ ഇയാൾക്ക് ഒരു പോയിന്റ് ആയിട്ടാ തന്ന, അപ്പൊ ഇയാളിവിടെ എത്ര ചാർജ് കാണും? ഇയാൾ ചാർജ് കാണുന്ന ഇവിടെ എത്രയാണ്? ക്യൂ ചാർജ് അയാൾ ആകെ കാണാം അല്ലെ. ക്യൂ ചാർജ് കാണുമ്പോൾ അയാൾ എങ്ങനെ വരയ്ക്കും? അയാൾ വരയ്ക്കുന്നത് ഇങ്ങനെയും ഇങ്ങനെയും ആയിരിക്കും അല്ലെ. അതുകൊണ്ടാണ് ഞാൻ ഇത് സിമെട്രിക് ആയിട്ട് വരച്ചത് കേട്ടോ. അതിന് ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞില്ല, ഇത് പ്രോസസ് ലോ ഒബേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത്രയുള്ളൂ. ഓക്കെ അല്ലേ. ഇനി നമ്മൾ കിടക്കുന്നതാണ്, ഈ പറയുന്നതാണ് ഫ്ലക്സ്. ഫ്ലക്സ് എന്താണ്? ഫ്ലക്സിനുള്ള ഫോർമുല, ഫ്ലക്സ് നമ്മൾ ഫൈ എന്ന് റെപ്രസെന്റ് ചെയ്യുക. ഫൈ ഈക്വൽ ടു ഇ ഡോട്ട് എ. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഫൈ ഒരു വെക്ടർ ആയിരിക്കും? ഫൈ ഒരു വെക്ടർ ആവില്ല. കാരണം ഫൈ എന്ന് പറഞ്ഞാൽ ഒരു സ്കാലാർ പ്രൊഡക്റ്റിന്റെ റിസൾട്ട് ആണ് അല്ലെ. ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ സ്കാലാർ പ്രൊഡക്റ്റ് ആണ്, അതുകൊണ്ട് ഫൈ ഒരു സ്കാലാർ ആയിരിക്കണം അല്ലെ. ഓക്കെയാണ്. ഈ ഒരു വെക്ടർ ആണോ? ഈ ഒരു വെക്ടർ ആണ്, നമുക്ക് ഓൾറെഡി അറിയാം. ഏതൊരു വെക്ടർ ആണോ എന്ന് പറഞ്ഞാൽ ഏരിയയാണ്. എന്ന് പറഞ്ഞ ഏരിയ പറയാം, എന്ന് പറഞ്ഞ ഏരിയയാണ്. ഈ ഒരു വെക്ടർ ആണോ? വെക്ടർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് വേണം, ഡയറക്ഷനും വേണം. ഈക്ക് ഡയറക്ഷൻ ഉണ്ട്, ആർ ക്യാപ്പ് നമുക്കറിയാം. ഏരിയക്ക് ഡയറക്ഷൻ ഉണ്ടോ? ഇപ്പൊ ഇതാണ് ഈ ബോർഡിന്റെ ഏരിയ, ഇതിന് ഡയറക്ഷൻ ഉണ്ടോ? ഡയറക്ഷൻ ഇല്ല. പക്ഷെ നമ്മൾ ഫ്ലെക്സ് കാണുമ്പോൾ എക്ക് ഡയറക്ഷൻ ഉണ്ട്. എക്ക് ഡയറക്ഷൻ ഉണ്ട്. എന്തുകൊണ്ട് ഡയറക്ഷൻ വേണം? ഇതൊരു ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. ഡോട്ട് പ്രൊഡക്റ്റ് ആര് തമ്മിൽ എടുക്കുക? രണ്ട് വെക്ടർ തമ്മിൽ നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാൻ പറ്റും. അതുകൊണ്ട് എ എന്തായിരിക്കണം? ഒരു വെക്ടർ ആയിരിക്കണം. ഈ ഒരു വെക്ടർ ആണ്, ഇതിനെ നമ്മൾ ഏരിയ വെക്ടർ എന്ന് പറയാം. അപ്പോ ഈക്ക് ഈ ഒരു വെക്ടർ ആണ്, എ ഒരു വെക്ടർ ആണ്, രണ്ടും തമ്മിൽ ഡോട്ട് എടുക്കുന്നതിന് നമ്മൾ ഫ്ലെക്സ് എന്ന് പറയാം. അപ്പോ ഈ ഡയറക്ഷൻ നമുക്ക് ഓൾറെഡി അറിയാം, എയുടെ ഡയറക്ഷൻ അറിയില്ല, ഏരിയ ആണ്. ഏരിയ അപ്പോൾ നിങ്ങൾ അറിയില്ലെങ്കിൽ മനസ്സിലാക്കുക, ഏരിയയുടെ ഡയറക്ഷൻ എപ്പോഴും പെർപെൻഡിക്കുലർ. ഏരിയ എന്ന് പറഞ്ഞ സർഫസിനാണ് ഏരിയ ഉണ്ടാവുക, ഒരു സർഫസിനാണ് ഏരിയ ഉണ്ടാവുക. അതായത് ഇപ്പോ വേറെ തന്നെ ഇപ്പോ ഇതൊരു സർഫസ് ആണ്. ഇതാണ് ഇതിന്റെ സർഫസ്. അപ്പൊ ഇതിന്റെ ഏരിയ ഈ സർഫസിലെ ഏരിയ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ടു സർഫസ് ആയിരിക്കും. അപ്പോൾ ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ഈ ഏരിയ വെക്ടർ. അപ്പൊ ഏരിയ ഇതാണ്, അതിന്റെ വെക്ടറിന്റെ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ആണ്. ഞാൻ വലിയ ഏരിയയുള്ള ഒരു സാധനം എടുത്തു, വലിയ ഏരിയയുള്ള ഒരു സാധനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ആയിരിക്കും. പക്ഷെ അതിന്റെ ഏരിയ വലുതായ കാരണം വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതലായിരിക്കും. ഓക്കെ അല്ലേ. വെക്ടറിന്റെ ഡയറക്ഷന്റെ വലിപ്പം കൂടുതലായിരിക്കും. അപ്പോൾ ഒരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ആയിരിക്കും. ഞാൻ ഇങ്ങനെ സർഫസ് പിടിക്കുകയാണെങ്കിൽ ഇതാണ് ഡയറക്ഷൻ, ഞാൻ ഇങ്ങനെ സർഫസ് പിടിക്കുകയാണെങ്കിൽ ഇതാണ് ഡയറക്ഷൻ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഒബ്വിയസ്ലി തോന്നാം, ഞാനൊരു സർഫസ് ഇങ്ങനെ എടുത്താൽ ഇതിന്റെ ഏരിയ കണ്ടാൽ ഇത് രണ്ട് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ വരച്ചുകൂടെ? ഒന്ന് മുകളിലേക്കും ഒന്ന് താഴത്തേക്കും, രണ്ടും പെർപെൻഡിക്കുലർ അല്ലേ. അപ്പോൾ ഏത് ഡയറക്ഷനാണ് ഞാൻ എടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ഡൗട്ട് തോന്നാം. മനസ്സിലാക്കുക, ഏരിയ വെക്ടർ ഈസ് ഓൾവേസ് ഔട്ട്വേർഡ്. ഏരിയ വെക്ടർ നിങ്ങൾ എപ്പോഴും പുറത്തേക്കാണ് എടുക്കേണ്ടത്, എപ്പോഴും പുറത്തേക്കാണ് എടുക്കേണ്ടത്. എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ബോക്സ് വരച്ചു. ഞാനിവിടെ നിൽക്കുകയാണ്. അപ്പൊ എന്റെ ഇവിടെ ഒരു ചുമരുണ്ട് അല്ലെ, എന്റെ റൈറ്റില് ഒരു ചുമരുണ്ട്. ആ ചുമരാണിത് അല്ലെ, ആ ചുമരാണ് ഞാൻ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ചുമര്. ഈ ചുമരിന് ഏരിയ ഉണ്ട്. ആ ഏരിയ ഡയറക്ഷൻ കണ്ടായിരിക്കും ഔട്ട്വേർഡ് ആയിരിക്കും, അതായത് പുറത്തേക്കായിരിക്കും. ഇവിടെ ഒരു ഏരിയ ഉണ്ട് അല്ലെ, ലെഫ്റ്റിലൊരു ഇതുണ്ട്, അതിന്റെ ഏരിയ ഉണ്ട്, ഡയറക്ഷൻ കണ്ടായിരിക്കും ഔട്ട്വേർഡ്. ഞാനാണ് പറയുന്നത്, ഞാനിവിടെ നിൽക്കുന്നു ഔട്ട്വേർഡ്. അപ്പൊ ഇങ്ങോട്ടാണ് ഡയറക്ഷൻ. മുകളിലൊരു സർഫസ് ഉണ്ട്, മുകളിലൊരു ഏരിയ ഉണ്ട് അല്ലെ, ഈ സ്ക്വയറിന് മുകളിലൊരു ഏരിയ ഉണ്ട്, ഡയറക്ഷൻ കണ്ടായിരിക്കും മുകളോട്ടായിരിക്കും. റേഡിയൽ ഔട്ട്വേർഡ്. താഴത്തേക്കാണെങ്കിൽ താഴോട്ടായിരിക്കും. ഓക്കെ ആണ്, ഓക്കെ അല്ലേ? ഓക്കെ ആണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ വേറൊരാൾ നിൽക്കുന്നുണ്ട്. ഇയാള് ഇപ്പൊ ഇയാളെ ബി എന്ന് പറഞ്ഞു. ഇയാൾ ഈ ഏരിയ കണ്ടു കഴിഞ്ഞാൽ ഇയാൾക്ക് ഈ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ ഉള്ളിലേക്കായിരിക്കും. ഇതാണ് ഇയാൾക്ക് പുറത്ത് അല്ലെ.
ഇയാൾക്ക് പുറത്ത് അങ്ങോട്ടാണ്, ഡിക്ക് പുറത്ത് ഉള്ളിക്കാണ്. അപ്പൊ നമ്മൾ എവിടെ നിൽക്കുന്നത് നോക്കണം. ഞാൻ ഉള്ളിലാണ് നിൽക്കുന്നതെങ്കിൽ എനിക്ക് ഏരിയ വെക്ടർ, അതായത് ഞാൻ ഉള്ളിലാണ് നിൽക്കുന്നതെങ്കിൽ എനിക്ക് ഏരിയ വെക്ടർ പുറത്തേക്കാണ്. ഞാൻ പുറത്താണ് നിൽക്കുന്നതെങ്കിൽ എനിക്ക് ഏരിയ വെക്ടർ ഇങ്ങോട്ടാണ്. അപ്പൊ ഞാൻ എവിടെ നിൽക്കുന്നതായി നോക്കണം, എന്നിട്ടാണ് നമ്മൾ ഏരിയ വെക്ടർ തീരുമാനിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഫ്ലെക്സ് കാണാൻ ഇ ഡോട്ട് എ ആണ് ചെയ്യേണ്ടത്. അതായത് ഇതാണ് എന്റെ സർഫസ്, ഇതാണ് എന്റെ സർഫസ്. ഒരു ബുക്ക് ഞാൻ അല്ലെങ്കിൽ ഒരു ജനൽ ഞാൻ വിൻഡോ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ വരുന്നു, അത് ഈ ജനലിലൂടെ ഉള്ളിലോട്ട് പുറത്തേക്ക് പോകുന്നു. ഇപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇതാണ്. ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇതാണ്. ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഏരിയ ഡയറക്ഷൻ എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലെ? ഇതിങ്ങനെ പുറത്തേക്ക് വരും. അപ്പൊ ഇതാണ് തീറ്റ അല്ലെ? അപ്പൊ ഫ്ലെക്സിന്റെ ഫോർമുല ഫ്ലെക്സ് എന്തായിരിക്കും? ഇ എ കോസ് തീറ്റ ആയിരിക്കും. ഇതായിരിക്കും എന്റെ ഫ്ലെക്സ് വരിക. ഓക്കെ അല്ലേ? ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ റെഡിലി ഔട്ട്വേർഡ് ആയിരിക്കും കേട്ടോ, പുറത്തേക്കായിരിക്കും നിൽക്കുക. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം, ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലം അല്ല, ഒരു എക്സാമ്പിൾ നോക്കി നോക്കാം. അതായത് ഒരു ബോക്സ് ഞാൻ വെച്ചിട്ടുണ്ട്, ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. ഇതാണ് എന്റെ ബോക്സ് അല്ലെ? ഇതാണ് ബോക്സ്. ഇവിടെ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ വരികയാണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ വന്നിട്ട് ഈ ബോക്സിന്റെ ഇതാണ് എ എന്ന് പറഞ്ഞ ഒരു വിൻഡോ, അല്ലെങ്കിൽ എ എന്ന് പറഞ്ഞ ഒരു ഫേസ്, ഇതാണ് ബി എന്ന് പറഞ്ഞ ഫേസ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എ എന്ന് പറഞ്ഞ ഫേസിലൂടെ വന്ന് ബി എന്ന് പറഞ്ഞ ഫേസിലൂടെ പുറത്തേക്ക് പോകും അല്ലെ? ഈ സൈഡിലൂടെ വന്ന് അപ്പുറത്ത് കൂടെ പോകും. അപ്പോ ഞാൻ പറഞ്ഞു ഈ ഒരു ഫേസ് ഇതാണ് എന്റെ ഫസ്റ്റ് ഫേസ്, ബാക്കിലുള്ളതാണ് എന്റെ ബി ഫേസ്. മറ്റ് ബാക്കിയുള്ള 4 ഫേസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവിടെ ഇതിന്റെ ഏരിയ വെക്ടർ എന്താണ്? മോളിക്കാണ്. ഇത് ഈ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഇതിന്റെ ഡയറക്ഷൻ മോളിക്കാണ്. അപ്പൊ തമ്മിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. അപ്പൊ ഇ എ കോസ് 90 ആണ് ഫ്ലെക്സ് വരിക. ഇ എ കോസ് 90 പറഞ്ഞാൽ 0 ആണ്. അതുപോലെ തന്നെ ഇവിടെ നോക്കാം, ഈ ഏരിയ വെക്ടർ എന്താണ്? അടിയിലോട്ടാണ് അല്ലെ? ഈ ഏരിയയുടെ ഏരിയ വെക്ടർ അടിയിലോട്ടാണ്. ഈ ഡയറക്ഷൻ ഇങ്ങോട്ട് തന്നെയാണ്, ഈ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഇവ തമ്മിലുള്ള ആംഗിൾ എത്രയാ? ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പൊ ഇ എ കോസ് 90 അതും 0 ആയിട്ട് പോകും. ഇനി പുറത്തേക്ക് നിൽക്കുന്ന 2 സൈഡുകൾ ഈ ഇങ്ങനെയാണ് പോകുന്നത്. ഇതിന്റെ ഏരിയ വെക്ടർ ഔട്ടിക്കാണ്, ആംഗിൾ 90 ആണ്. ഇ എ കോസ് 90 അതും 0 ആയിട്ട് പോയി. അങ്ങോട്ടുള്ള ഏരിയ വെക്ടർ ഈ ഇങ്ങനെയാണ് പോകുന്നത്. ഏരിയ വെക്ടർ ഉള്ളിലോട്ടാണ്, അതും 90 ഡിഗ്രിയാണ്, അതും 0 ആയിട്ട് പോകും. ഒക്കെ കോസ് 90 0 ആയിട്ട് പോകും. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഈ ഒരു സർഫസും ആണ്. ഓക്കെ അല്ലേ? ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? അപ്പോ ഞാൻ പറയും ഇതിന്റെ ഏരിയ വെക്ടർ ഇങ്ങോട്ടാണ്, ഇതിന്റെ ഏരിയ വെക്ടർ ഇങ്ങോട്ടാണ് അല്ലെ? എല്ലാതും പുറത്തേക്കാണ്. അപ്പോ ഇതാണ് ഫസ്റ്റ് സർഫസ്, ഇതാണ് സെക്കൻഡ് സർഫസ്, മുകളിലത്തെ രണ്ടുമാണ് തേർഡും ഫോർത്തും. ഈ സർഫസ് ആണ് ഫിഫ്ത്ത്, ബാക്കിലെ സർഫസ് ആണ് സിക്സ്ത്. അപ്പോ ബാക്കിലെ 2 സർഫസും മുകളിലത്തെ താഴെ സർഫസ് നമുക്ക് വേണ്ട, അത് കോസ് 90 ചെയ്തുകൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് പോകും. എനിക്ക് ഫസ്റ്റും സെക്കൻഡും സർഫസ് മാത്രം നോക്കിയാൽ മതി. അത് കൂടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നത് അല്ല, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നേരെ കൂടി കടന്നു പോകുന്നില്ല, ഇതിലൂടെ കയറുന്ന അപ്പുറത്ത് കൂടെ പോവാണ്. ഓക്കെയാണ്? അപ്പോ ഫസ്റ്റ് സർഫസ് നോക്കാം. ഈ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ്. എ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഇതാണ് ഈ ഡയറക്ഷൻ. എ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് അല്ലെ? എ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പൊ തമ്മിലുള്ള ആംഗിൾ എത്രയാ? 180 ഡിഗ്രിയാണ് അല്ലെ? അപ്പൊ ഇ എ കോസ് 90 എന്താ വരിക? ഫസ്റ്റ് സർഫസിന് ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇ ഡോട്ട് എ വരും. അതായത് ഇ എ കോസ് 180. കോസ് 180 എത്രയാ? -1 ആണ്. അപ്പൊ എന്ത് കിട്ടും? മൈനസ് ഇ എ കിട്ടും. ഓക്കെ അല്ലേ? സെക്കൻഡ് സർഫസ് നോക്കാം. ഫ്ലെക്സ് എന്താ വരിക? ഈ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഈ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് അല്ലെ? ഈ ഇങ്ങനെയാണ് പോകുന്നത്. എ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഇതാണ് ഈ എ ഡയറക്ഷനും സെയിം ആണ്. 2 തമ്മിൽ ആംഗിൾ ഒന്നുമില്ല, രണ്ടും സെയിം ഡയറക്ഷൻ ആണ്. അപ്പൊ തീറ്റ 0 ആണ്. അപ്പൊ ഫൈ എന്ത് വരും? ഫൈ ഈക്വൽ ടു ഇ എ കോസ് 0. കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ എത്ര ഇ എ ആയി? അപ്പൊ എന്താ കിട്ടിയത്? ആദ്യത്തെ 2 സർഫസ് കാരണം ഇലക്ട്രിക് ഫ്ലക്സ് ഉള്ളൂ. ഒന്ന് മൈനസ് ഇ എ ആണ്, ഒന്ന് പ്ലസ് ഇ ആണ്. അപ്പൊ ടോട്ടൽ ഫ്ലക്സ് എത്രയാ? ടോട്ടൽ ഫ്ലക്സ് നെറ്റ് എത്ര കിട്ടി? 0 കിട്ടി.
ബാക്കി ഇറങ്ങുന്ന ഫ്ലെക്സ് ഇല്ല, അത് കൂടെ ഇലക്ട്രിക് ലൈൻസ് പോകുന്നില്ല, പോയാലുള്ള ഫ്ലെക്സ് ആണ് കൊടുക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഫൈനറ്റ് സീറോ ആണ്. അത് കൂടെ എന്തില്ല? ഇലക്ട്രിക് ഫ്ലെക്സ് ഒന്നുമില്ല. ഇലക്ട്രിക് ഫ്ലെക്സ് ഒന്നുമില്ല. എന്താണ് ഇതിന്റെ അർത്ഥം? ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഒരു ബൾബ് വിചാരിക്കാം, നിങ്ങൾക്ക് പെട്ടെന്ന് കത്താൻ വേണ്ടിയിട്ടാണ്. ഒരു ബൾബ് വിചാരിക്കാം, ഇതൊരു ബൾബാണ് വിചാരിക്കാം, ഇതൊരു ബൾബാണ്, ഇത് ഫ്യൂസ് ആയ ബൾബാണ്, ഫ്യൂസ് ആയ ബൾബാണ്. ഇവിടെ നിന്ന് ഞാൻ ലൈറ്റ് അടിക്കുക, ഇവിടെ നിങ്ങളുടെ ലൈറ്റ് അടിക്കുക. അപ്പൊ ആ ലൈറ്റ് ഇപ്പുറത്ത് കൂടെ പുറത്തേക്ക് വരും. ഇതില് ലൈറ്റിന് ഫ്ലെക്സ് ഒന്നുമില്ല. കാരണം എന്താ? ഇവിടെ നിന്ന് എത്ര ലൈറ്റ് അടിച്ചോ അത്ര ലൈറ്റിനാണ് പുറത്തേക്ക് വരുന്നത്, അല്ലെ? ഇവിടെ നിന്ന് എത്ര ലൈറ്റ് അടിച്ചോ അത്ര ലൈറ്റ് പുറത്തേക്ക് വരുന്നു. വേറെ മാറ്റമൊന്നും ഈ ബൾബ് ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു കാര്യമില്ല. ബൾബ് ഒരു മാറ്റം അവിടെ വരുത്തുന്നില്ല. ബൾബ് വരുന്ന എത്ര എണ്ണം വരുന്നോ അത് പുറത്തേക്ക് പോകുന്നു. അതുകൊണ്ട് ബൾബിന് അവിടെ പ്രത്യേകിച്ച് കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറയും ഇവിടുത്തെ ബൾബിന്റെ ഇലക്ട്രിക് ഫ്ലക്സ് സീറോ ആണ്. ഇതൊരു കത്തുന്ന ബൾബാണെങ്കിലും ഇലക്ട്രിക് ഫീൽഡ് വരുന്നുണ്ട്, പുറത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ പുറത്തേക്ക് പോകുന്നതിന് എന്ത് കൂടുതലായിരിക്കും? ലൈറ്റ് കൂടുതലായിരിക്കും. അപ്പൊ അവിടെ ആരുണ്ട്? ഒരു ഫ്ലെക്സ് ഉണ്ട്, അവിടെ ഫ്ലെക്സ് ഉണ്ട്, അല്ല, അയാളുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. സാധാരണ ഫ്യൂസ് ആണെങ്കിൽ ഇയാൾക്ക് കോൺട്രിബ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഫ്ലെക്സ് സീറോ ആയത്. ഇയാളുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ, അവിടെ ഇതിനേക്കാൾ കൂടുതൽ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അയാളുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്, അപ്പോൾ അവിടെ ഫ്ലെക്സ് ഉണ്ട്. ഇവിടെ നോക്കി നോക്ക്, ഇവിടെ കുറച്ച് ചാർജ് ഉള്ളിലോട്ട്, കുറച്ച് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉള്ളിലോട്ട് വരുന്നു. അതുപോലെ തന്നെ ഇവിടെ 10 എണ്ണം വരികയാണെങ്കിൽ ആ 10 എണ്ണവും പുറത്തേക്ക് പോകുന്നു. കോൺട്രിബ്യൂഷൻ വല്ലതുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഫ്ലെക്സ് സീറോ ആയി. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി എന്താണ് ഗോസ്സ് ലോ പറയുന്നത്? ഇനി പറയാനുള്ളതാണ് ഗോസ്സ് ലോ. ഗോസ്സ് ലോ എന്നെ പറയുന്നു. ഗോസ്സ് ലോ എന്താണ്? ഗോസ്സ് ലോ ടോട്ടൽ ഫ്ലെക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ്. ഏതെങ്കിലും ഒരു ക്ലോസ്ഡ് സർഫസ് ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ടോട്ടൽ ഫ്ലെക്സ് ത്രൂ ദാറ്റ് സർഫസ്, ആ സർഫസിലൂടെയുള്ള ടോട്ടൽ ഫ്ലെക്സ് ഷുഡ് ബി ഈക്വൽ ടു Q by charge enclosed by the surface. Charge enclosed by the surface divided by epsilon naught. Charge enclosed by the surface divided by epsilon naught. എന്ന് പറഞ്ഞാൽ ഇവിടെ കുറെ ചാർജുകളുണ്ട്. Q1, Q2, Q3, Q4. ഞാനിവിടെ ഒരു സർഫസ് വെക്കുകയാണ്. ഒരു സർഫസ് വെച്ചു. ഇതിലൂടെ ഉണ്ടാവുന്ന ഫ്ലെക്സ് എന്തായിരിക്കും? ടോട്ടൽ ഫ്ലെക്സ് എന്തായിരിക്കും? ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. ഈ സർഫസ് എത്ര ചാർജ് എൻക്ലോസ് ചെയ്യുന്നുണ്ട്? Q2 ഉം Q3 എൻക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ? Q2 plus Q3 divided by epsilon naught. അപ്പൊ നിങ്ങൾക്ക് തോന്നാം, ഈ Q1 ഇവിടെ ഇരിക്കുന്നില്ലേ, Q1 നും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇല്ലേ, അതും ഈ സർഫസിലൂടെ പുറത്തേക്ക് പോകുന്നില്ലേ? പോകുന്നുണ്ട്. എത്ര ഉള്ളിക്ക് വരുന്നുണ്ടോ അത്ര അപ്പുറത്ത് കൂടെ പുറത്തേക്ക് പോകുന്നുണ്ട്, അല്ലെ? അതിന്റെ ഒരു കോൺട്രിബ്യൂഷൻ വരുന്നില്ല. എത്ര ഉള്ളിക്ക് വരുന്നു അത്ര പുറത്തേക്ക് പോകുന്നുണ്ട്. Q4 ഇലക്ട്രിക് ഫീൽഡ് വരുന്നുണ്ടായിരിക്കും. അത് ഈ സർഫസിലൂടെ കയറി ഇപ്പുറത്ത് കൂടെ വരും. ഇവിടെ തീറ്റ 180 ആണ്, ഇവിടെ തീറ്റ 0 ആണ്. രണ്ടും കൂടി ക്യാൻസൽ ചെയ്യും, അല്ലെ? ഫ്ലക്സ് 0. Q4 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരുന്നുണ്ട്. ഇത് തീറ്റ 180 ആയിരിക്കും, ഇത് തീറ്റ 0 ആയിരിക്കും. രണ്ടും കൂടി ക്യാൻസൽ ചെയ്യും, ഇലക്ട്രിക് ഫീൽഡ് 0. അപ്പോ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ സർഫസ് എന്ന് പറഞ്ഞാൽ ആ സർഫസിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ചാർജുകളുടെ സമ്മ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ നോട്ട്. ഇതാണ് ഗോസ്സ് ലോ. ഇത് ഗോസ്സ് ലോ നിങ്ങൾ പ്ലസ് 2 ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഗോസ്സ് ലോയുടെ ഒരു പ്രോബ്ലം ഒക്കെ ചെയ്യാൻ പറഞ്ഞാൽ, ഇപ്പോ ഗോസ്സ് ലോയുടെ നമ്മൾ സിമെട്രി വളരായിട്ട് ഉപയോഗിക്കുന്ന സംഭവമാണ്. ആദ്യം കഴിഞ്ഞ ക്ലാസ്സിലേ പറഞ്ഞു കേട്ടോ. സ്റ്റാറ്റിക്സിലെ സിമെട്രിയാണ് മെയിൻ. അപ്പോൾ മെയിൻ സിമെട്രിയാണ്. ഇപ്പൊ നിങ്ങളോട് പറയുകയാണ്, ഇതൊരു എന്താ പറയാ, ഹെമിസ്ഫിയർ ആണ്. ഹെമിസ്ഫിയറിന്റെ സെന്ററിൽ ഞാൻ ഒരു ചാർജ് വെച്ചിട്ടുണ്ട്. സെന്ററിൽ, അല്ലെ? ഹെമിസ്ഫിയർ വെക്കുക, അതിന്റെ മുകളിൽ ഞാൻ ഒരു ചാർജ് Q ചാർജ് വെച്ചിട്ടുണ്ട്. ഇത് കാരണം ഉണ്ടാവുന്ന ഫ്ലക്സ് എത്രയായിരിക്കും? ഗോസ്സ് ലോ എന്താ പറയുന്നത്? ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. അപ്പൊ ഈ ചാർജ് എൻക്ലോസ് ചെയ്തിട്ടില്ല, ഈ ചാർജ് പകുതി പുറത്തായിരിക്കുന്ന, അല്ലെ? എൻക്ലോസ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം?
ഞാൻ എക്സാക്ട്ലി സിമെട്രിക് ആയ ഇതുപോലത്തെ ഒരു സാധനം മോൾ ഉണ്ടാക്കും, ഒരു ക്ലോസ് സർഫസ് ആക്കും അതിന്. അപ്പൊ ഇത് ഞാൻ ക്ലോസ് സർഫസ് ആക്കാം, ഞാൻ ഇങ്ങനെ ഇതേ സാധനം ഇവിടെ വരയ്ക്കും അല്ലെ, ഇതേ സാധനത്തിന്റെ ഒരു സിമെട്രിക് അവിടെ വരയ്ക്കും. ഇപ്പത്തെ ക്ലോസിലാണ്. ഇപ്പൊ ഉണ്ടാകുന്ന ടോട്ടൽ ഫ്ലക്സ് എത്രയോ 18 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ചാർജ് എൻക്ലോസ്ഡ് ബൈ സർഫസ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ നോട്ട്. ഓക്കെ അല്ലേ? എന്നോട് ചോദിച്ചത് ഈ സർഫസിലുള്ളതാണ്, ഈ സർഫസിലുള്ള ഫ്ലക്സ് ആണ്. മൊത്തം സർഫസ് ചോദിച്ചിട്ടില്ല, പക്ഷെ ഞാൻ മൊത്തം സർഫസ് വരച്ചു. എന്നിട്ട് പറഞ്ഞു ഇതിലൂടെ മൊത്തം ഉള്ളത് ക്യൂ ബൈ എപ്സിലോൺ നോട്ട് ആണ്. അതിന്റെ പകുതിയല്ലേ താഴത്തു കൂടെ പോകുന്നുണ്ടാവുക അല്ലെ? ചാർജ് മൊത്തം ഡൈവേർജ് ചെയ്തിട്ടാണ് പോവുക. എല്ലാ ഡയറക്ഷനും ചാർജ് ഒരുപോലെയാണ്. ചാർജിന് മോളിന്ന് താഴെന്നും ലെഫ്റ്റിന്ന് റൈറ്റിന്നൊന്നും ഇല്ല. നമുക്കാണ്, മനുഷ്യന്മാർക്കും കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്കാണ് അതൊക്കെ ഉള്ളത്. അത് അപ്പൊ പറഞ്ഞു വന്നത് എത്രയാണ്? മൊത്തം ഉള്ളത് ക്യൂ ബൈ എപ്സിലോൺ നോട്ട് ആണ്. അതിന്റെ നേരെ പകുതിയല്ലേ അടിയിലുള്ളത്. അപ്പൊ അതിലൂടെ ഫ്ലക്സ് എത്രയായിരിക്കും? ക്യൂ ബൈ 2 എപ്സിലോൺ നോട്ട്. സിമ്പിൾ അല്ലെ? ഇപ്പൊ നിങ്ങളോട് വേറെ ചോദ്യം ചോദിക്കുകയാണ്, ഗ്രിഫിത്തിലുള്ള ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഗോസിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാർജ് എങ്ങനെയെങ്കിലും സെൻട്രൽ ആക്കാൻ നോക്കുക, അതിനെങ്ങനെയെങ്കിലും സിമെട്രി ഉപയോഗിച്ച് സെൻട്രൽ ആക്കാൻ നോക്കുക. എന്നിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാം. പ്രോബ്ലം സോൾവ് ആയിക്കോളൂ. ഉദാഹരണത്തിന് വേറെ ചോദ്യം, ഇപ്പൊ നേരത്തെ പറഞ്ഞ പ്രോബ്ലം തന്നെ. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെ ഇങ്ങനെ, ഇവിടെ ഞാൻ ഒരു ചാർജ് വെച്ചു, സർഫസിൽ ഒരു ചാർജ് വെച്ചു, ഇങ്ങനെ വെച്ചു. അപ്പൊ ഞാൻ ക്ലോസ് ചെയ്തു. അപ്പൊ എനിക്ക് കിട്ടിയതാണ് ക്യൂ ബൈ എപ്സിലോൺ നോട്ട്. അങ്ങനെയാണെങ്കിൽ ഈ സർഫസിലുള്ളതാണ് ക്യൂ ബൈ 2 എപ്സിലോൺ നോട്ട്. ഞാൻ പറഞ്ഞു ഈ ചാർജ് ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണ്, എക്സാക്ട്ലി സെന്ററിലാണ്. ഈ ചാർജ് ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്തു. ഇവിടെ അല്ലേ ചാർജ് ഇപ്പൊ ഇരിക്കുന്നത്, ചാർജ് മുകളിലാണ്. ഇപ്പൊ ഇതിലുള്ള ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക്. അത് ഫിസിക്സിന്റെ ബ്രാഞ്ച് അല്ല, അത് മാത്തമാറ്റിക്സിന്റെ ഫീൽഡാണ്. നമ്മൾ അതിനെ കുറിച്ച് വേദനപ്പെടേണ്ട ആവശ്യമില്ല. അത് വളരെ ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കാൻ. ഇത് നമ്മൾ സിമെട്രി ഉപയോഗിച്ചിട്ടാണ് ഗോസ് ലോ ചെയ്യാം. ഗോസ് ലോ സിമെട്രി ഉപയോഗിച്ചിട്ടാണ് ചെയ്യാം. ഒന്നും നീക്കി കഴിഞ്ഞ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര കോംപ്ലക്സ് ആയി പോകും സിറ്റുവേഷൻ, ഭയങ്കര കോംപ്ലക്സ് ആയി പോകും. ഇനി ഇതിലൊരു പ്രോബ്ലം ഉണ്ട്. ഇതിലൊരു പ്രോബ്ലം എങ്ങനെയാണ്, ഒരു നമ്മുടെ ഒരു ക്യൂബ് ഉണ്ട്. ക്യൂബിന്റെ ഈ എൻഡില് ഒരു ക്യൂ ചാർജ് ഇരിക്കുന്നുണ്ട് അല്ലെ? ഈ എൻഡിൽ ക്യൂ ചാർജ് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ ക്യൂ ചാർജ് കാരണം ഫ്ലക്സ് പുറത്തേക്ക് പോകുന്നുണ്ട്. എത്ര ഫ്ലക്സ് ഈ ഒരു ക്യൂബിലൂടെ പോകുന്നുണ്ടാവുന്നതാണ് ചോദ്യം. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ എങ്ങനെയെങ്കിലും ഈ ചാർജിനെ സെൻട്രലാക്കാൻ നോക്കുക. ചാർജിനെ സെൻട്രലാക്കാൻ നോക്കി കഴിഞ്ഞാൽ എങ്ങനെ സെൻട്രലാക്കാം? ഞാൻ എന്റെ വക ഇമാജിനറി ആയിട്ട് കുറച്ച് ക്യൂബോട് ആഡ് ചെയ്യും. ഇങ്ങനെ സെൻട്രലാക്കാൻ വേണ്ടത്. സെൻട്രൽ ഇപ്പൊ സെൻട്രൽ അല്ല, ഒരു മൂലക്കിലാണ്. എങ്ങനെ സെൻട്രലാക്കും? ഞാൻ ഇവിടെ ഒരു ക്യൂബ് വരയ്ക്കും, ഇവിടെ ഒരു ക്യൂബ് വരയ്ക്കും അല്ലെ? ഇവിടെ ഒരു ക്യൂബ് വരയ്ക്കും, ഒരു ക്യൂബായി അല്ലെ? ഇതുപോലെ ബാക്കിലും ഒരെണ്ണം വരയ്ക്കും. എന്ത് വരും അവിടെ? അല്ലെ? ഇപ്പൊ നിങ്ങൾക്കൊരു ബോക്സ് കിട്ടി. ഇപ്പോ ബോക്സിന്റെ സെൻട്രലാണ് ഇരിക്കുന്നത്. ഇപ്പോഴും സെൻട്രൽ അല്ല, കാരണം ഇതിന്റെ മുകളിൽ ഞാൻ ഇതുപോലത്തെ ഒരെണ്ണം കൂടി വെക്കും, ഇതുപോലത്തെ ഒരെണ്ണം കൂടി വെക്കും. അപ്പൊ ഇങ്ങനെയാവും നമ്മുടെ ബോക്സ്. ഉള്ളിൽ നോക്കുമ്പോൾ എക്സാക്ട്ലി സെന്ററിൽ വരും. മുകളില് 4 ചാർജ്, താഴത്ത് ഇതേപോലത്തെ സാധനം ഇതിന്റെ മുകളിൽ കയറ്റി വെക്കും. അപ്പോൾ നമ്മുടെ ചാർജ് സെന്ററിലാവില്ലേ? ഇതിന്റെ താഴെയും 4 ബോക്സ് ഉണ്ട്, മുകളിലും 4 ബോക്സ് ഉണ്ട് അല്ലേ? മൊത്തം എത്ര ബോക്സ് ആയി? മൊത്തം 8 ബോക്സ് ആയി. ഇതേപോലെ 4 ബോക്സിന്റെ മുകളിൽ കയറ്റി വെക്കും. അപ്പൊ നമ്മുടെ ചാർജ് എക്സാക്ട്ലി സെന്ററിലാണ്. അപ്പോൾ ഇതിലൂടെ സർഫസിലുള്ള ടോട്ടൽ ഫ്ലക്സ് എത്രയായിരിക്കും? ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യൂ ബൈ എപ്സിലോൺ നോട്ട് ആയിരിക്കും. എത്ര ബോക്സിലൂടെയാണ് ഈ ക്യൂ ബൈ എപ്സിലോൺ നോട്ട്? 8 ബോക്സിലൂടെയാണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഒരു ബോക്സിലൂടെ എത്രയായിരിക്കും? ക്യൂ ബൈ 8 എപ്സിലോൺ നോട്ട്. സിമ്പിൾ. ഇപ്പൊ ഇങ്ങനെയൊന്നും വേണ്ട, ഇതിന്റെ ആവശ്യമൊന്നുമില്ല. അല്ലാതെ നമുക്കത് പറയാം. നിങ്ങൾ കെമിസ്ട്രിയിൽ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഒരു ചാർജിനെ നമ്മള് ഇങ്ങനെ നമ്മുടെ സോളിഡ് സ്റ്റേറ്റിൽ തോന്നുന്നു, നിങ്ങളിങ്ങനെ ഒരു കോർണറിൽ ഒരു ആറ്റം വെക്കുകയാണെങ്കിൽ ആറ്റത്തിന്റെ എത്ര പാർട്ട് ഉള്ളിലുണ്ടാവും? Q/8 പാർട്ടായിരിക്കും, അല്ലെങ്കിൽ A/8 1/8 പാർട്ടായിരിക്കും ഉള്ളിലുണ്ടാവുക. നിങ്ങൾ എന്താണ് പറയുക? സിമ്പിൾ ക്യൂബിക് അല്ലെ? സിമ്പിൾ ക്യൂബിക് ചാർജിന്റെ കോർണറിലായിരിക്കും ബേസ് സെന്റേർഡ്, ഫേസ് സെന്റേർഡ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ സിമ്പിൾ ക്യൂബ് ആണെങ്കിൽ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ എത്ര ചാർജ് ആയിരിക്കും ഉള്ളിലുണ്ടാവുക? Q/8 ആണ്. എത്രയാണോ ഇവിടുത്തത് അതിന്റെ by 8 ആണ്. അപ്പൊ ഇവിടെ എത്ര ഉണ്ടാവും? Q/8 ഉള്ളിലുണ്ടാവും. Q
ക്യൂബ് എയ്റ്റിനുള്ളിൽ ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് മനസ്സിലായി ക്യൂബ് എയ്റ്റ് ആണ് ഉള്ളിലുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ സർഫസ് എത്ര എൻക്ലോസ് ചെയ്തിട്ടുണ്ട്? 1/8 പാർട്ട് ആണ് എൻക്ലോസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ നോട്ട്. എത്ര ചാർജ് എൻക്ലോസ് ചെയ്തിട്ടുള്ളത്? Q/8. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? Q/8 എപ്സിലോൺ നോട്ട് കിട്ടും. അങ്ങനെയും ചെയ്യാം. ഇനി ഗോസസ് ലോ. അപ്പോൾ ഫ്ലക്സ് കാണാനുള്ള ഫോർമുല ഞാൻ പറഞ്ഞു. ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് എ ആണ്. അപ്പൊ എന്റെ സർഫസ് ഇങ്ങനത്തെ സർഫസ് ആണെന്ന് വിചാരിക്കാം. ഒരു കൃത്യമായ ഏരിയ ഒന്നും അങ്ങനെ ഇല്ലാത്തൊരു സർഫസ് ആണ്. അതായത് കൃത്യമായ ഒരു ഏരിയ, ഒരു സിമെട്രിക് ഏരിയ എന്നുള്ളൊരു സാധനമാണ്. അപ്പൊ ഞാൻ അതിനെ ഫ്ലക്സ് കണ്ടുപിടിക്കും. ഞാൻ ഞാൻ കുറെ ചെറിയ ഏരിയക്ക് എടുക്കും, ഡി എ ഏരിയ എടുക്കും. എന്നിട്ട് അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഡോട്ട് ഡി എ കാണും. അതുപോലെ തൊട്ട് അപ്പുറത്തെ സർഫസ് എടുക്കും, അവിടെയും ഇ ഡോട്ട് ഡി എ കാണും. അടുത്ത സർഫസ് എടുക്കും ഡി എ, അവിടെയും ഇ ഡോട്ട് ഡി എ കാണും. അങ്ങനെ എല്ലാത്തിന്റെയും ഞാൻ ഇ ഡോട്ട് ഡി എ കാണും. എല്ലാം കൂടി കൂട്ടും. അപ്പൊ എനിക്ക് മൊത്തം ഫ്ലക്സ് കിട്ടും. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? ഫൈ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ. ഇ ഡോട്ട് ഡി എ ഏതൊക്കെ ഡി എടുക്കണം? ഈ ക്ലോസ് സർഫസിലുള്ള ഫുൾ ഡി എടുക്കണം. അപ്പൊ ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി എന്ന് എഴുതാം. ഇതാണ് ഫൈ ഈസ് ഈക്വൽ ഫ്ലക്സ് ഈക്വൽ. നമുക്ക് എന്താണെന്ന് അറിയാം? ക്യൂ ബൈ എപ്സിലോൺ നോട്ട് നമ്മൾ പ്രോസസ് ലോ പറയുന്നുണ്ട്. അപ്പൊ എന്തായി? ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ നോട്ടായി. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ചാർജ് ആണ്. ഞാൻ പറഞ്ഞു ചാർജ് ഒരു വോളിയം, ഇത് സർഫസ് ഒരു വോളിയം ആണെന്നുണ്ടെങ്കിൽ ക്യൂ എനിക്ക് എന്തെടുക്കാം? ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? റോ ഡി ടോ ആണ് അല്ലെ? റോ എന്ന് പറഞ്ഞാൽ വോളിയം ചാർജ് ഡെൻസിറ്റി, ടോ ബൈ എപ്സിലോൺ നോട്ട്. ഞാൻ ഇത് ഈ വോളിയത്തിലൂടെ ഡി ടോ അല്ലേ? അപ്പൊ ഞാൻ ക്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മൊത്തം വോളിയത്തിലൂടെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ക്യൂ ഈക്വൽ ടു ഇന്റഗ്രൽ റോ ഡി ടോ ഓവർ ദ വോളിയം. റോ ഡി വി എന്നും പറയാം, ഡി ടോ എന്നും പറയാം. റോ ഡി ടോ. അപ്പൊ എനിക്ക് ഇത് എങ്ങനെ എഴുതാം? ക്രോസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഈക്വൽ ടു ഇന്റഗ്രൽ റോ ഡി ടോ ബൈ എപ്സിലോൺ നോട്ട്. ഇത് വോളിയത്തിലൂടെയാണ് അല്ലെ? ഇത് വോളിയം ചാർജ് ഡെൻസിറ്റി ആണ്. അപ്പൊ ഞാൻ വോളിയത്തിലൂടെ മൊത്തം റോ ഡി ടോ മൊത്തം വോളിയത്തിൽ ചെയ്താലേ ക്യൂ കിട്ടത്തുള്ളൂ. അപ്പൊ ഇത് വോളിയം ഇന്റഗ്രൽ ആണ്, ഇത് ഏരിയ ആണ്. അതുകൊണ്ട് ഇത് സർഫസ് ഇന്റഗ്രൽ ആണ്. അപ്പോൾ പ്രശ്നം വന്നു, ഇത് സർഫസ് ഇന്റഗ്രൽ, ഇത് വോളിയം ഇന്റഗ്രൽ. പക്ഷെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഗോസ് ഡൈവർജൻസ് തിയറം പഠിച്ചിട്ടുണ്ടാവും. നമുക്ക് ഏതൊരു വെക്ടറും ഇങ്ങനെ വെക്ടർ തരികയാണ്, എ ഡോട്ട് ഡി എ ഓവർ എ ക്ലോസ് സർഫസ് തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ആലോചിക്കേണ്ട, അധികം ചിന്തിക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇത് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ ഡെൽ ഡോട്ട് എ ഡി വി എന്ന് എഴുതാം, അല്ലെങ്കിൽ ഡി ടോ എന്ന് എഴുതാം. സർഫസ് ആയ നിങ്ങൾക്ക് വോളിയം ചാർജുകൾക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്താൽ ഒന്നുമില്ല. എ ആണെങ്കിൽ ഡെൽ ഡോട്ട് എ കൊടുക്കുക, വോളിയത്തിലൂടെ ഇന്റഗ്രേറ്റ് ചെയ്യാം അല്ലെ? അപ്പൊ ഇതിനെങ്ങനെ എഴുതാം? ഇന്റഗ്രൽ ഓവർ വോളിയം ഡെൽ ഡോട്ട് ഇ ഡി ടോ ഈക്വൽ ടു റോ ഡി ടോ ബൈ എപ്സിലോൺ നോട്ട് ഓവർ ദ വോളിയം. ഇതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ഡെൽ ഡോട്ട് ഇ കാണാം, ഡി ടോ കാണാം, വോളിയം കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക. റോ ഡി ടോ കാണാം, എപ്സിലോൺ ഡിവൈഡ് ചെയ്യുക, വോളിയം ഇന്റഗ്രൽ കാണാം. രണ്ടിന്റെ ആൻസർ സെയിം ആയിരിക്കും. അപ്പൊ രണ്ടിലും നിങ്ങൾ അവസാനം എന്താ ചെയ്യുന്നത്? വോളിയം ഇന്റഗ്രൽ ആണ് ചെയ്യുന്നത്. അപ്പൊ കിട്ടുന്ന റിസൾട്ട് സെയിം ആണ്. അപ്പൊ വോളിയം ഇന്റഗ്രൽ രണ്ടോടൊന്നും ചെയ്യാതിരുന്നാലും കിട്ടുന്ന റിസൾട്ട് സെയിം ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വോളിയം ഇന്റഗ്രൽ വെട്ടിക്കളയാം അല്ലെ? അപ്പൊ എന്താ കിട്ടുക? ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ നോട്ട്. ഇതാണ് ഗോസസ് ലോ. ഇത് മാക്സ്വെൽ ഇക്വേഷന്റെ ഫസ്റ്റ് ഇക്വേഷൻ ആണ്. ഓക്കെ അല്ലേ? ഇത്രയും മതി.